ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഈ ചെട്ടുകുളങ്ങര വാടക വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന പഴയ സ്ഥലത്ത് പോവുകയാണ്. നമുക്ക് അവിടെ ഒരു വീട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിക്കുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു, അവനൊന്നും അറിയുന്നില്ല. പിന്നെ അമ്മമ്മോൾ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറി കാണണം കേട്ടോ. ഷോർട്സിൽ പറയാൻ കുറച്ച് കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റും, അപ്പോൾ അത്രയും ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോയിൽ പോയി എല്ലാവരും കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ ടിപ്പറിൽ സാധനങ്ങളൊക്കെ കയറ്റി അവർ പോയി. പിന്നെ ഞങ്ങൾ വൈകിട്ട് കുളിച്ചൊക്കെ വീടൊക്കെ വൃത്തിയാക്കി കുളിച്ച് ഓട്ടോയിലാണ് പോയിട്ടോ. പിക്കുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. അപ്പം നമ്മളിതേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം അലങ്കോലമാറ്റി പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് വീട്. ഹാളും 2 ബെഡ്റൂമും പിന്നെന്താ പറയുന്നത് 2 ബാത്റൂം ഒക്കെ ഉള്ള നല്ല സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 2 ഒരു റൂമിനകത്ത് നമുക്ക് ബാത്റൂം ഉണ്ട് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. അവരൊരുപാട് മിസ് ചെയ്തു പരസ്പരം. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇനി ഒരുമിച്ച് കളിക്കാമല്ലോ. പിന്നെ നമ്മുടെ പിക്കുമോനിതേ ഒരു വീടുണ്ട് കേട്ടോ. അതും തേച്ച് കഴിയും അവനെ വൃത്തിയാക്കി, കൂടൊക്കെ വൃത്തിയാക്കിയിട്ട് അവനെ അതിലോട്ടാക്കിയിട്ടുണ്ട്. ആദ്യം വഴക്കായിരുന്നു, പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞങ്ങളിതെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ദേ ഈ നിലയിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവരുടെ പിള്ളേരുടെ ട്രോഫി വയ്ക്കാനൊക്കെ നമുക്ക് നല്ലൊരു ഷെൽഫൊക്കെ ഉണ്ട് കേട്ടോ. അടുക്കളയിൽ പാത്രങ്ങൾ വെക്കാനും ഷെൽഫുണ്ട്. ഇതാണ് ബാത്റൂം ഒരു മുറിയിൽ. പിന്നെ ഒരെണ്ണം ഹാളിലാണ് ബാത്റൂം കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള അടുക്കളയൊക്കെയാണ്. ഒരുപാട് സാധനങ്ങൾ വെക്കാനായാലും പാത്രങ്ങൾ അടുക്കി വെക്കാനായാലും ഒക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളവും പിന്നെ നമ്മുടെ മോട്ടർ അടിച്ച് കിണറ്റിലുള്ള വെള്ളവും നല്ല വെള്ളവും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ പറമ്പിൽ കുറച്ച് പോച്ചയൊക്കെ ഉണ്ട്. അപ്പം മഴ ആയതുകൊണ്ട് അതൊക്കെ പിന്നെ ചെത്തി വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് നല്ലൊരു ദിവസം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ടാറ്റാ.